നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ബട്ടൺ വരും. അപ്പൊ കുറച്ച് പോയിന്റും കാര്യങ്ങളൊക്കെ കാണും. അത്തേലൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കഥയിൽ കാണുന്ന ഒടുവില് എല്ലാ കള്ളത്തരങ്ങളും പൊളിയുവാണ്. സിയെയും കൃഷ്ണമംഗലത്തെ അച്യുതനും ജിനു എല്ലാരും കൂടെ ചേർന്ന് നടത്തിയ കള്ളത്തരങ്ങളൊക്കെ ആരിനും ആകാശവും ഒക്കെ പൊളിച്ചെടുക്കുവാണ്. സിഐയോട് ആകാശ് പറഞ്ഞു, സാറേ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വോയിസ് കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സിഐ ഞെട്ടിപ്പോയി. അത് ജിനുവും ആകാശും തമ്മിലുള്ള സംസാരമായിരുന്നു. അപ്പം വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലാണ് ജിനു ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറയണം. ആകാശ് പറഞ്ഞു, പറഞ്ഞു സാറേ. അല്ല, പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, എനിക്കിപ്പോ വരാൻ സമയമില്ല, ഉച്ച കഴിഞ്ഞാൽ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു, അത് സാരമില്ല, ഞാൻ അമ്പലമുക്കിലേക്ക് വരുന്നുണ്ട്, ആ വഴി വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കൊടുത്തോളാന്ന് പറഞ്ഞു. എന്നാ ഒത്തിരി നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകാശ് കോള് കട്ട് ചെയ്യുന്നേ. ആ സമയത്ത് ആകാശ് പറഞ്ഞു, ഇതും കൊണ്ട് തീർന്നില്ല സാറേ, ഇനി വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന ആരെങ്ങും കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യം തന്നെ ഫോൺ ഓണാക്കി അതിനകത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ജിനു പൈസ കൊടുക്കുന്ന ആ രംഗം കാണിക്കുവാണ് ഗോമതിക്ക്. വീണാ മാഡത്തിന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന ഈ കാണുന്നേന്ന് പറഞ്ഞു. സിഐ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. അപ്പോഴേക്കും മീനാക്ഷിക്ക് ഒന്നും മനസ്സിലായില്ല. മീനാക്ഷി ഇങ്ങനെ നോക്കുവാണ്. വീണാ മാഡത്തിന്റെ ഹസ്ബൻഡ് ഇതോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് ആര്യം പറഞ്ഞു, സാറിന് ഇപ്പൊ കൺഫ്യൂഷൻ ആയില്ലേ? അങ്ങനെ ഒരു കാര്യം കാണിച്ചുതരാം, ഇങ്ങോട്ട് വാ സാറേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വീണാ മാഡത്തിന് ശരിക്കുള്ള ഹസ്ബൻഡ് വന്നു. ഇതാരെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. സിഐ നോക്കുവാണ്. ശരിക്കും ഇതാണ് വീണാ മാഡത്തിന്റെ ഹസ്ബൻഡ്. അപ്പൊ ഇതാരാ? അവിടെയാണ് ചതി നടന്നിരിക്കണെന്ന് പറഞ്ഞു. പിന്നീട് ആര്യം പറഞ്ഞു, പറയടോ, സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറഞ്ഞു. ചുനു ഇങ്ങനെ നിൽക്കുക. ബാലൻ പറഞ്ഞു, ഉള്ള സത്യങ്ങളൊക്കെ മൊത്തത്തോടെ പറഞ്ഞോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. മീഡിയക്കാരിതെല്ലാം ഒപ്പിയെടുത്തോണ്ടിരിക്കുവാണല്ലോ, റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഒന്നും മേലാത്ത അവസ്ഥയല്ല സിഐക്ക്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും ജിനു പറഞ്ഞു, അതെ, ഇതിന്റെയൊക്കെ പിന്നില് കൃഷ്ണമംഗലത്തെ അച്യുത സാറാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സിഐ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അയാളെ നോക്കിട്ടിച്ചു. താൻ എന്താടോ ആളെ കളിയാക്കണോ? കൃഷ്ണമംഗലത്തെ അച്യുതൻ സാറിനെയൊക്കെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചഴിക്കണമെന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, സാറൊന്ന് അടങ്ങിയിരിക്കുക. ഷെടാ, സാർ എന്തിനാ ഇത്ര കിടന്ന് ദേഷ്യപ്പെടുന്നേ? പറയാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജിനു, പറഞ്ഞു തീർക്കട്ടെ, മൊത്തം പറയടാ, തൂക്കിക്കേറി വെടിവെക്കല്ലേ സാറേ എന്ന് പറഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ സിഐക്ക്? സിഐ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ജിനു പറഞ്ഞു, അത് മീനാക്ഷിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. മീനാക്ഷിയുടെ ഓഫീസിലെ ശരത്താണ് കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്തെ അച്യുത സാറിനെ അറിയിക്കണേ. മീനാക്ഷിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ മാഡം കൊടുക്കാന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ് ശരത്ത് അത് കൃഷ്ണമംഗലത്തെ അച്യുത സാറിനെ അറിയിച്ചു. അച്യുത സാർ എന്നെ ഏർപ്പാടാക്കി. അങ്ങനെ ഞാൻ പൈസ പോയി വാങ്ങി. വീണ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് പോയി പൈസ വാങ്ങി. പൈസ വാങ്ങിയതിന് ശേഷം നേരെ വിജിലൻസ് ഓഫീസിലേക്ക് ചെന്നു. മീനാക്ഷി കൈക്കൂലി മേടിക്കും, കൈക്കൂലിക്കാരി എന്നൊക്കെ പറഞ്ഞ് ആ പണത്തില് ഫിനോഫ്തലും പുരട്ടി. അതിനുശേഷം വീട്ടിൽ കൊണ്ടേ കൊടുത്തു. പിന്നീട് വിജിലൻസുകാർ പോകുന്ന പൊക്കിയതുമായ എല്ലാ കാര്യങ്ങളും പറയണം. എല്ലാം കേട്ടിഞ്ഞപ്പത്തിനും ബാലും പോയി ഒറ്റ അടിയായിരുന്നു അവന്റെ കാരണം തീർത്ത് എടാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്ക് സിഐ പറഞ്ഞു, താൻ എന്ത് തോന്നിയാസം അവിടെ കാണിക്കണേ, ഇത് പോലീസ് സ്റ്റേഷനാ, എന്തും ചെയ്യാന്നായോന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, സാറിന് കണ്ടുപിടിക്കാൻ പറ്റില്ലൊന്നും. സാറ് നിരപരാധിയായി എന്റെ മരുമോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ട് നിട്ടല്ലാതെ അവള് പ്രതിയാണോ അല്ലയോ എന്നൊക്കെ സാർ നോക്കിയോ? ഇല്ലല്ലോ. ഇതേ എന്റെ മക്കള് കൊണ്ടുവന്ന ഇവരെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ട് അപ്പൊ ഇവനെ അടിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് സാറേ, അതുകൊണ്ടാ. അല്ല സാറിനി ഇപ്പൊ എങ്ങനെയാ ഇവനെ അകത്തിടുവോ അല്ലേന്ന് ചോദിച്ചു. സിഐക്ക് എന്തേലും മിണ്ടാൻ പറ്റുമോ? കാരണം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ ക്യാമറയ്ക്കകത്ത് മീഡിയക്കാരെല്ലാം. പിന്നെ സാറേ, അച്യുതനെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം എന്തായി? ഉടനെ തന്നെ വേണം. ഇതിന് ശേഷം അയാളെയും കൂടെ കസ്റ്റഡിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് കൊടുക്കാളെ ഞങ്ങൾ കൊടുത്തോളാന്നും പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല സിഐക്ക്. പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. അയാൾക്ക് കുറച്ച് പൈസ വാങ്ങാം അച്യുതന്റെ കയ്യിൽ നിന്ന്. കാരണം കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടത്തി കൊടുക്കുകയാണെങ്കിൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ ഒന്നും നടന്നില്ല. മീനാക്ഷിയെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിട്ട് ജയിലിലേക്ക് കൊണ്ടാനായിട്ട് പറ്റിയില്ലല്ലോ. അതിനു മുമ്പ് തന്നെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. പിന്നീട് മീനാക്ഷി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴത്തേനും ആര്യം പറഞ്ഞു, അല്ല സാറേ, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടത്തിയമ്മനെ കൊണ്ടുപോകാലോ അല്ലേ? ഞങ്ങളുടെ ഏട്ടത്തിയമ്മ നിരപരാധിയാന്ന് തെളിഞ്ഞല്ലോ അല്ലേന്ന് പറഞ്ഞു. ഒടുവില് ആകാശ് മീനാക്ഷി അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോഴേക്കും മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആകാശ് എന്തിനാ എന്റെ പൊട്ടിക്കാളി ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല.
ഹും, എടി ഈ ലോകത്തുള്ള ആരെ ചതിച്ചാലും ഞാൻ നിന്നെ ചതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ വെടിവേത്തരങ്ങളൊക്കെ പറയും. പക്ഷെ അങ്ങനൊന്നുമല്ല, നിന്നെ ചതിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. മീനാക്ഷി പറഞ്ഞ ആകാശം ഞാന് അപ്പോഴേക്കും ആകാശം മീനാക്ഷിയെ ചേർത്ത് പിടിക്കണം. ആ സമയം ഇത്രയും നോക്കി. എന്നിട്ട് പറഞ്ഞ ആകാശേട്ടാ, ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനില. റൊമാൻറ്റിക് സീനൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നടത്താമെന്ന് പറഞ്ഞു. ആകാശം മീനാക്ഷിയും പെട്ടെന്ന് മാറുവാണ്. എല്ലാവർക്കും സന്തോഷമായിരുന്നു. കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ, മീനുവിനെ പുറത്തു കൊണ്ടുവന്നല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗോമതി മീനാക്ഷിയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, മോളെ നിനക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? എന്ത് പ്രശ്നമേ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. പോലീസുകാരൻ നിന്നെ തല്ലുവാ മറ്റും ചെയ്തോ? തല്ലാനാ? എന്നെയാ? എന്റെ അമ്മേ, എന്നെ നുള്ളു നോവിച്ചിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെ തല്ലാൻ പറ്റുമോന്ന് ചോദിച്ചു. സത്യമാണോടാ ആകാശെന്ന് ചോദിച്ചു. സത്യാമ്മേ, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഗോമതിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, ഗോമതി നീ മീനാക്ഷിയെ കൊണ്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു. അകത്തേക്കോ? പോകാൻ ബാലേട്ടാ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് 2 വർത്താനം പറയാനുണ്ട് ആ കൃഷ്ണമംഗലംകാരോടെന്ന് പറഞ്ഞു. ഗോമതി, ഇപ്പൊ തൽക്കാലത്ത് നീ അകത്തേക്ക് കയറിപ്പോ. ബാലേട്ടാ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? ഇപ്പൊ നീ ചോദിക്കാനും പറയാനൊന്നും പോകണ്ട. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ 2 കുടുംബക്കാർ തമ്മിൽ വഴക്കും വക്കാണോന്നും വേണ്ട. ഇത് ഇവിടം കൊണ്ട് തീരണമെന്ന് പറഞ്ഞു. ബാലേട്ടാ, ഞാനും പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇനി കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞു. ബാലേട്ടൻ അങ്ങോട്ട് പോന്നു? കടയിലേക്ക് പോന്നു. ഓ, കടയിലേക്ക്. പിന്നീട് ആരിനോട് പറഞ്ഞു, നീയും കൂടെ വാടാ, പച്ചക്കറി ലോഡ് എടുക്കാണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ആരിനിങ്ങനെ ഗോമതിയെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോടും, ചെല്ലടാ ചെല്ല, പോയി പച്ചക്കറി ലോഡ് എടുത്ത് കൊടുക്കുക, അതാണല്ലോ ഇപ്പൊ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞു. 2 വർത്താനം പറയാനോ ചോദിക്കാനോ ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, മീനാക്ഷിക്ക് ഇത്ര സംഭവിച്ചിട്ട് ആർക്കേലും തോന്നിയോ ദേവമംഗലത്ത് കൃഷ്ണമംഗലത്ത് പോയി ചോദിക്കാനായിട്ട്? ഇല്ലല്ലോ. എല്ലാരും ചെല്ലാൻ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ചേച്ചി ഒന്ന് സമാധാനിക്കുക. പിന്നെ സമാധാനിക്കാനായിട്ട് ആകാശ് ബാലനോടൊപ്പം പോയി. പിന്നാലെ തന്നെ ആരിനും ധർമ്മനും കൂടെ അങ്ങോട്ട് പോവാണ്. ഗോമതി ദേഷ്യപ്പെട്ട അകത്തേക്ക് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തിനമ്മ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ടെൻഷൻ അടിക്കാതെ, എനിക്കൊരു സമാധാനമില്ല. എനിക്ക് അവിടെ ഒരു 2 വാക്ക് പറയണമായിരുന്നു. അപ്പോഴോ ബാലേട്ടൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകുമല്ലേ അങ്ങോട്ട്? ചോദിക്കണ്ട പോലും. പിന്നെ ആര് ചോദിക്കാനാ? എന്റെ മക്കൾക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കണ്ടേന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, സമാധാനമായിട്ടിരിക്കമ്മേ, ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ബാലച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ബാലച്ചൻ വന്നിരിക്കുന്നു, മിണ്ടരുത്. ഇത്രയെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിലോ? അല്ലെങ്കിൽ നാഴേക്ക് 40 തൊട്ട ഒരു നിസാര കാര്യത്തിന് തല്ലാനായിട്ട് മുണ്ടും മടക്കി കൊടുത്തി അങ്ങ് ചെല്ലുന്ന. ഇപ്പോഴാണെങ്കിലോ ഒന്നുമില്ല. കണ്ടില്ലേ, പോയ പോക്ക് കണ്ടില്ലേ? എന്റെ മീനുവിന് ഇത്രയും വലിയ പ്രശ്നം സംഭവിച്ചിട്ട് അവർക്കൊന്ന് ചോദിക്കണം തോന്നിയില്ലോ. മീനാക്ഷി പറഞ്ഞു, അമ്മ എനിക്കൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടിക്കോളെന്ന് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടാനായിട്ട്? ആര് കൊടുക്കാനായിട്ട്? ശരിക്കും ചോദിക്കേണ്ടവർ തന്നെ ചോദിക്കണം. എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നെറുകെട്ടവന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ആങ്ങളമാരാണ് പോലും. ബാലേട്ടൻ ഇതൊക്കെ നിസ്സാര കാര്യമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്കിത് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല മീനു. മീനാക്ഷി പറഞ്ഞു, അമ്മ പേടിക്കേണ്ടൊന്നും വേണ്ട. എനിക്കൊന്നും സംഭവിച്ചില്ല. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട് ദേവമംഗലത്ത് നാളെ വരുമെന്ന്. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, മോളെ രക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എത്രമാത്രം ടെൻഷനാണെന്ന് അറിയാവോ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് 2-3 വട്ടം ആലോചിച്ച ഈ അനുവും ദേവി എന്നെ വിടാത്തോണ്ടാ, അല്ലെ ഞാൻ അവിടേക്ക് വന്നേനെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറഞ്ഞു. എന്തിനാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഗോമതിക്ക് ഭയങ്കര ടെൻഷനാ. ഗോമതി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടുപ്പം തന്നെയാ, അന്യായം തന്നെയാ. പാലേട്ടനൊന്നും ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഒരിക്കലും കരുതിയില്ല. കൃഷ്ണമംഗലകാരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു. പക്ഷെ ഇതൊരുമാതിരി തണുപ്പം പ്രതികരണമല്ലേ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. മീനാക്ഷി ശ്രീദേവിയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ഗോമതിയെ. പക്ഷെ ഗോമതിക്ക് എന്നിട്ട് ഒരു അടക്കം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ, 2 വാക്ക് എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ തന്നെ നെഞ്ചു പൊട്ടി പോകുന്നൊക്കെ ഗോമതിക്ക് തോന്നി. ഒടുവിൽ ഗോമതി പറഞ്ഞു, എന്റെ ദൈവങ്ങളെ, എന്റെ ദേവിമല അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ബാലേട്ടനായിട്ട് പോയി ചോദിക്കാൻ പോകുന്നില്ല. 4 തല്ലെങ്കിലും ഇട്ട് കൊടുക്കായിരുന്നു. പക്ഷെ ദേവിമലയമ്മ നല്ല പണി കൊടുക്കണം. അച്യുതനൊക്കെ അങ്ങനെ പണി കൊടുക്കുവാണെങ്കിൽ 101 ശയനപ്രദക്ഷിണം നടത്തിച്ചേക്കാം ബാലേട്ടനെ കൊണ്ട് എന്ന് നേർച്ച നേരുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിയും ദേവിയും ഇത്ര എല്ലാവരും കൂടെ ചിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം
അലോകും അച്യുതനും ഒക്കെ മില്ലിലായിരുന്നു. അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ട് വന്നു. ശരത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്, സത്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ബാലനും പിള്ളേരും വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. എന്റെ ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, നീ പേടിക്കാതെ ശരത്തെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിച്ച് മാളത്തിൽ ഒളിച്ചോടി ഇരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ആ ബാലനും പിള്ളേരും എന്ത് ചെയ്യാനാ? അവന്മാരെന്താ മൂക്കി പിടിച്ച് കയറ്റുവോ? മൂക്കി വലിച്ചു കയറ്റാനൊന്നും പോകുന്നൊന്നുമില്ല. നീ ധൈര്യമായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പത്തേനുമാണ് ബാലനും ആര്യനും ആകാശവും ഒക്കെ അങ്ങോട്ട് വരുന്നേ. ഒരു നിമിഷം അച്യുതൻ ഞെട്ടിപ്പോയി. നീ എന്താടാ പറഞ്ഞേ? ഞാൻ മൂക്കി വലിച്ചു കയറ്റുമെന്ന്. എടാ, കുറച്ച് സമയം ഞാനും എന്റെ മക്കളും ഒക്കെ അനുഭവിച്ച വേദന എന്താന്ന് നീയൊക്കെ അറിയണം. അതിന്റെ വേദന അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ആന്റിയൊക്കെ കയ്യിൽ നല്ല ഒന്നാന്തരം വടിയുണ്ടായിരുന്നു. ആദ്യം അച്യുതനിട്ട് ബാലം കൊടുക്കുകയാണ്. പിന്നെ അവിടെ ഇടിയുടെ പെരുമഴയായിരുന്നു. ഒടുവില് ഇടി കൊണ്ട് ഒരു പരുവായിപ്പോയി അച്യുതനോ അലോകോ ഒക്കെ. ഈ സമയം ബാലൻ പറഞ്ഞു, എടാ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആണാന്നും പറഞ്ഞ് ഭൂമിക്ക് മീതെ ജീവിച്ചിരുന്നിട്ട് കാര്യം എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാ ഉണ്ടല്ലോ. ഒടുവില് ആര്യം പറഞ്ഞു, അച്ഛാ ഇവന്റെ കയ്യും കാലും ഒക്കെ തല്ലി ഒടിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട വിട്ടേക്ക്, അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല ചത തന്നെ കിട്ടിയിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട, അവന്മാർക്കിട്ട് നല്ലത് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ആകാശ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛാ, ഇപ്പൊ തന്നെ മാപ്പ് അറിയിക്കണമെന്ന് പറഞ്ഞു. മാപ്പ്? അതെ, ഇവനെ കൊണ്ട് മാപ്പ് അറിയിക്കണം മീനാക്ഷിയോട്. പിന്നീട് ആകാശ് ഫോൺ വിളിക്കുകയാണ് മീനാക്ഷിയെ. മീനാക്ഷി എന്താ ആകാശേട്ടാ? അതെ, ഒരാൾക്ക് മാപ്പ് പറയണം നിന്നോട്. ആർക്ക്? അതൊക്കെ കേട്ടോളാൻ പറഞ്ഞു. ആര്യം പറഞ്ഞു, പറയടാ മാപ്പെന്ന് പറഞ്ഞു അലോകിനോട്. അലോകൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛാ ഇവന്റെ തല പിടിച്ചങ്ങ് തിരിച്ചു വിട്ടേക്കട്ടെ എന്ന് ആര്യം ചോദിച്ചു. ബാലൻ പറഞ്ഞു, അത് വേണ്ടടാ, തൽക്കാലത്തേക്ക് ഇവനെ വിട്ടേക്കാന്ന് പറഞ്ഞു. നീ മാപ്പ് പറയടാന്ന് പറഞ്ഞു. മാപ്പെന്ന് പറയണ അലോക്. അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് മനസ്സിലായി അവിടെ എന്താ സംഭവിക്കണം എന്നുള്ള കാര്യം. ഇവിടുന്ന് ഒന്നുമില്ല കടയിലേക്കൊക്കെ പോകാനെന്നും പറഞ്ഞ് ബാലനും മക്കളും പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഉള്ള പോക്കായിരുന്നില്ല, കടയിലേക്കല്ല പോയത്. അത് പകരം വീട്ടാനുള്ളതായിരുന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.